ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാലയ്ക്ക് ആവശ്യമായ ഞാൻ എടുത്തത് 1 കിലോ ചിക്കനാണ്. ഈ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കണം. ബ്ലഡിൻ്റെ അംശമൊന്നും ഇല്ലാതെ ശ്രദ്ധിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. ഈ കഴുകിയ ചിക്കൻ വെള്ളം പരമാവധി ഒഴിവാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെക്കണം. നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നന്നായി അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളിയും ഇഞ്ചിയും തക്കാളിയും വെളുത്തുള്ളിയും ഇച്ചിരി കറിവേപ്പിലയാണ്. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മൺപാത്രത്തിലാണ് കേട്ടോ. മൺചട്ടി എന്ന് പറയും. മൺചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ശേഷം ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇപ്പം മിക്സാക്കരുത് കേട്ടോ. ഒരു 5 മിനിറ്റിന് മുകളിൽ അതങ്ങനെ തന്നെ വെക്കണം. മിക്സാക്കാൻ പാടില്ല കേട്ടോ. സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആദ്യം വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനെ ചെയ്യരുത്. കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും അടിയിൽ പെട്ടെന്ന് പിടിക്കും. ടേസ്റ്റിന് വേറൊരു വ്യത്യാസവും വരും. ശേഷം ഗരം മസാല കൂട്ടുണ്ടാവും. നമുക്ക് കടകളിൽ നിന്ന് 20 രൂപയ്ക്കും 30 രൂപയ്ക്കൊക്കെ പാക്കറ്റ് കിട്ടും. ഈ പാക്കറ്റിലുള്ള ജീരകവും പട്ടയും ചപ്പും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ശേഷം വേറൊരു പാനിലേക്ക് നമ്മൾ മുളക് ചൂടാക്കി എടുക്കണം. വെളിച്ചെണ്ണ ഇല്ലാതെയാണ് കേട്ടോ ചൂടാക്കി എടുക്കുന്നത്. ഒരു 2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, മുളക് കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അടിക്ക് പിടിച്ച് കരിയാൻ ചാൻസ് കൂടുതലാണ്. കരിയാൻ പാടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി തീ. അടുത്തത് നമുക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഇനി ഈ മുളകും ചിക്കൻ മസാലയും നമ്മുടെ ഉള്ളിയിലേക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മിക്സ് ചെയ്യുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ തക്കാളി മുറിച്ച് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി ഗരം മസാല ഇടുക. വേറെ മസാല ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇച്ചിരി ഗരം മസാല. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ജീരകപ്പൊടി ചേർക്കുക. ഞാനിതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്കുള്ളൊരു മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ കുരുമുളകാണ്. അത് ലാസ്റ്റ് ടൈമിനിടുക. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇതൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കുക. ശേഷം നമ്മുടെ ഈ ചിക്കനിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ശേഷം കുറച്ച് ചിക്കൻ്റെ ആ ഭാഗങ്ങൾ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നായിട്ട് ഇടരുത്. കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ലപോലെ ആ മസാലയൊക്കെ ചിക്കൻ്റെ അകത്തേക്ക് നന്നായിട്ട് അങ്ങ് എത്തണം. ആ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ആയി വരും. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഒരു മൂടി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കണം കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഇച്ചിരി പോലും ഒഴിക്കുന്നില്ല. ചിക്കനിൽ ആവശ്യത്തിനുള്ള വെള്ളം ചിക്കനിൽ തന്നെ ഉണ്ടാവും. ഇത് കണ്ടില്ലേ, വെള്ളം കണ്ടില്ലേ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചിക്കൻ ഒന്ന് വെന്ത് വരുന്ന ടൈമിന് ഈ വെള്ളം ഒന്ന് തിളക്കുന്ന ടൈമിന് ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുക്കുക. കുരുമുളക് അധികമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ടേസ്റ്റിന് വേറെ വ്യത്യാസം വരും. കുരുമുളക് ഇച്ചിരിയേ ആവശ്യമുള്ളൂ. പിന്നെ പച്ചമുളക് ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതിൻ്റെ അകത്ത് പച്ചമുളക് 1-2 പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കണം. ഇപ്പം കണ്ടില്ല, നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ആ വെള്ളമൊക്കെ ചിക്കനിൽ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്.
ഇപ്പം കണ്ടില്ലേ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മാത്രമേ വെള്ളം ബാക്കിയുള്ളൂ. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഓവർ തീയിൽ കൊടുക്കാനേ പാടില്ല, ലോ ഫ്ലെയിമിൽ കൊടുക്കുക. ഇതാണ്ടില്ലേ നമ്മുടെ ചിക്കൻ എന്ത് രസമായിട്ട് കാണാമെന്നറിയാം. അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി.